ഓല, ഞാൻ അരുൺ തഥാഗത്, ഒരു കുഞ്ഞു യാത്രികൻ. അങ്ങനെ ഈ വണ്ടിയുമായിട്ട് ഇപ്പോൾ പോർട്ടുഗലിലെത്തിയിരിക്കുന്നു. ഞാനൊരു കാര്യം കാണിക്കാനാണ്. ഇതിപ്പോൾ നിൽക്കുന്നത് ഏതോ ഗ്രാമത്തിൽ, ലൂസിയാന, വളരെ ദൂരത്തിലാണ്. വളരെ വിദൂരമായിട്ട് ഒരു മനുഷ്യനില്ലാത്തൊരു ഗ്രാമത്തിൽ 4 വീടുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ അടുത്താണ്. ചെറിയൊരു തോടപ്പുറത്ത് കൂടെ ഒഴുകുന്നുണ്ട് ഇതുപോലെ ഇരിപ്പിടങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും അതിലൊന്നും ഇരിക്കാമെന്ന് കരുതി. നമ്മുടെ സന്തത സഹചാരിയും ഒപ്പം ഉണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പണ്ട് വലിയ കാര്യമായിട്ട് മതങ്ങളെ പറ്റിയൊക്കെ പറയും. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ മതങ്ങളെ പറ്റിയൊന്നും പറയാത്തത്? മതവിമർശനമായിരുന്നു ഒരു കാലത്ത് ഞാൻ അറിയപ്പെട്ടിരുന്ന തന്നെ. നല്ല കാറ്റാണ്, ഇതൊക്കെ പറഞ്ഞൊക്കെ ഒരു രക്ഷയില്ല. നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇത്തിരി നേരത്തേക്കൊന്നും മഴ മാറിയിട്ടുണ്ട് എന്നിരിക്കണതാണ്. അപ്പോൾ എനിക്ക് തന്നെ നമ്മളെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ല. നമുക്ക് പലതും ഇങ്ങനെ കാലങ്ങൾ കൂടുമ്പോൾ തിരുത്തും. എനിക്കെങ്ങനെയാണ് മതങ്ങളെ ഇപ്പോൾ പഴയ പോലെ വിമർശിക്കാൻ പറ്റുക? എന്നെ സഹായിച്ച് നല്ലൊരു പങ്ക് ആൾക്കാരും അവരെൻ്റെ ജാതിയോ മതമോ മതമില്ലായ്മയോ ഒന്നും നോക്കിയിട്ടല്ല. എന്നും മാത്രമല്ല അവരെന്നെ സഹായിച്ച്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദുബായിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ക്യാമറ അയച്ചു തന്നാൾ, ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത, എൻ്റെ ഓൺലൈൻ ഇതിൽ പോലും സൗഹൃദമല്ലാത്ത ഒരാൾ എനിക്ക് പണം അയച്ചു തരികയാണ് എന്നെ ക്യാമറ മേടിക്കാൻ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഞാൻ ദുബായിലേക്ക് വരുമ്പോൾ അദ്ദേഹമാണ് $215 എന്നോ 21,500 രൂപയ്ക്കടെ അടുത്ത് വിലയുണ്ട് എൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്, എൻ്റെ വീസ എടുക്കുന്നത്. തിരിച്ച് എൻ്റെ ഞങ്ങൾ അന്നാണ് 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ആ ക്യാമറയും കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നിട്ട് എനിക്ക് കയ്യിലേക്ക് വെച്ച് വരുന്നത് 10-25,000 രൂപയോളമാണ്. അദ്ദേഹം സമ്പന്നനായിട്ട് ഒന്നുമല്ല. കാരണം അദ്ദേഹത്തെ ആ മതം പഠിപ്പിച്ചത് യാത്രികനെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്നാണ്. ഞാൻ സഞ്ചരിച്ച വഴികളിലെല്ലാം എനിക്ക് ഇത്തരം അനുഭവങ്ങളാണ്. ഒമാനിൽ, GCC കൺട്രികളിൽ മാത്രമല്ല, ആദ്യത്തെ തായ്ലൻഡ് യാത്രയിൽ ഓരോ ബുദ്ധക്ഷേത്രങ്ങളിൽ വരൂ ഭക്ഷണം കഴിക്കും, ആദ്യത്തെ സംസാരം ഇതാണ്. സിഖ് അമ്പലങ്ങളിലേക്ക് ഇപ്പോൾ യൂറോപ്യൻ യാത്രയിൽ ധാരാളം സിഖ് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം ഒന്നുമില്ലാതെ നമ്മൾ പോണയിടത്തും ദൂരത്തായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് നീങ്ങുന്നതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റില്ല. എങ്കിലും പോയ എല്ലാ അവസരങ്ങളിലും ആയിയെ ഖായിയെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ മതം എന്നെ സഹായിച്ച ദുബായിൽ തന്നെ എനിക്ക് ഒരുപാട് ദിവസം ഭക്ഷണമായിട്ടും, അതുപോലെ ഞാൻ വേറൊരിടത്ത് താമസിക്കുമ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിടും. എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുവന്ന് തരുന്നുവിടും. അങ്ങനെയൊക്കെ ചെയ്ത എത്രയോ മതത്തിൻ്റെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും, അതിൽ എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവരെല്ലാവരും നല്ല ദൈവവിശ്വാസികളാണ്. ഇവരെല്ലാവരും അതൊരു പുണ്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ എൻ്റെ യാത്രയെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജീവിതത്തെയൊക്കെ ചെറിയൊരു പുണ്യമായിട്ട് കരുതുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് 2 വേർഷൻസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എനിക്കെങ്ങനെയാണ് ആ മതങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുക? അത് എൻ്റെ അനുഭവം മാത്രമല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തിൻ്റെ പേരിൽ അവരെത്രയോ നന്മകൾ ചെയ്യുന്നു. 1-2 പേർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചെയ്യുന്നതിൻ്റെ പേരിൽ ആ മതത്തെ ഞാൻ ഇപ്പോൾ പഴയ പോലെ അടച്ചാക്ഷേപിക്കാനില്ല. എല്ലാ മതങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ മതങ്ങളും സാഹോദര്യത്തോടെ നിൽക്കട്ടെ, മനുഷ്യരെല്ലാവരും സാഹോദര്യത്തോടെ നിൽക്കട്ടെ. നമ്മളെല്ലാവരും ഒന്നാണ്. ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ എന്നെ സ്വീകരിച്ച വിവിധ രാജ്യക്കാരെ, ഇപ്പം ഞാൻ താമസിച്ചില്ല പോർട്ടുഗലുകാരെ, ഇവർക്ക് എത്രയോ ദിവസങ്ങളെ എനിക്ക് ഭക്ഷണവും താമസവും സൗജന്യമായിട്ട് തന്ന് ഇരിക്കുന്നു. അങ്ങനെ ലോകത്തെ എല്ലാ മനുഷ്യരും, എൻ്റെ യാത്ര എന്നെ പഠിപ്പിച്ചത് പലപ്പോഴും എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റസ് അപ്ഡേറ്റ് വരിക ഇതാണ്: ദ വേൾഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ, പീപ്പിൾ ആർ ഓൾവേസ് നൈസ്. എല്ലായ്പ്പോഴും എനിക്കത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകം അതിസുന്ദരമാണ്, മനുഷ്യർ നല്ലവരാണ്, ലോകത്തെല്ലാം നല്ലതാണ്. സന്തോഷം, സ്നേഹം.